അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 11 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധ അധ ഏകാദശോധ്യായാം. സൂത ഉവാച ഗതപ്രാണം തു രാജാനം ബാലം പുത്രം സമീക്ഷ്യ ചക്രുശ്ച മന്ത്രിണഃ സർവേ പരലോകസ്യ സൽക്രിയാ. ഗംഗാതീരേ ദഗ്ധദേഹം ഭസ്മപ്രായം മഹീപതിം അഗരുഭിശ്ചാഭിയുക്തായാം ചിതായാമധ്യരോപയൻ. ദുർമരണേ മൃതസ്യാസ്യ ചക്രുശ്ചൈവൗധ്വദൈഹികം ക്രിയാ പുരോഹിതാസ്തസ്യ വേദമന്ത്രൈർവിധാനത. ദദുർദാനാനി വിപ്രേഭ്യോ ഗാ സുവർണം യഥോചിതം അന്നം ബഹുവിധം തത്ര വസ്ത്രാണി വിവിധാനി ച. സുമുഹൂർത്തേ സുതം ബാലം പ്രജാനാം പ്രീതിവർദ്ധനം സിംഹാസനേ ശുഭേ തത്ര മന്ത്രിണഃ സന്യവേശയൻ. പൗരാ ജാനപദാലോകാശ്ചക്രുസ്തം നൃപതിം ശിശും ജനമേജയനാമാനം രാജലക്ഷണ സംയുതം. ധാത്രേയീ ശിക്ഷയാമാസ രാജചിഹ്നാനി സർവശാ. ദിനേ ദിനേ വർദ്ധമാന
സ ബഭൂവ മഹാമതി. പ്രാപ്തേ ചൈകാദശേ വർഷേ തസ്മൈ കുലപുരോഹിതാം യഥോചിതാം ദദൗ വിദ്യാം ജഗ്രാഹ സ യഥോചിതം. ധനുർവേദം കൃപ പൂർണം ദബ്ദാവസ്മൈ സുസംസ്കൃതം. അർജുനായ യഥാ ദ്രോണ കർണായ ഭാർഗവോ യഥാ. സംപ്രാപ്ത വിദ്യോ ബലവാൻ ബഭൂവ ദുരതിക്രമ. ധനുർവേദേ തഥാ വേദേ പാരഗ പരമാർത്ഥവിൽ. ധർമ്മശാസ്ത്രാർത്ഥകുശല സത്യവാദി ജിതേന്ദ്രിയ. ചകാര രാജ്യം ധർമാത്മാ പുരാ ധർമ്മസുതോ യഥാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 11-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി ജഗദംബികയായ ആ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, രാജാവു മരിച്ച നേരം പുത്രനോ ചെറിയ കുട്ടി. അതിനാൽ മന്ത്രിമാർ ശേഷക്രിയകൾ ചെയ്തു. വിഷാഗ്നിയാൽ ഭസ്മതുല്യമായ രാജശരീരത്തെ ഗംഗാതീരെ അകിൽ ചിത തന്നിൽ വെച്ചല്ലോ. ദുർമൃത്യു വരിച്ച രാജൻ തൻ്റെ ക്രിയാദികളെല്ലാം പുരോഹിതർ വേദമന്ത്രത്താലെ നടത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പശു സ്വർണം എന്നീവ ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. അതുപോലെ പലതരം അന്നവസ്ത്രങ്ങൾ. പ്രജകളിൽ പ്രീതിയേറ്റും ബാലനായ കുമാരനെ ശുഭമുഹൂർത്തത്തിൽ രാജാവായി വാഴിച്ചു. സർവജനതതിയുമ ജനമേ ജയനെയപ്പോൾ. സർവജനതതിയുമ ജനമേ ജയനെയപ്പോൾ. തങ്ങളുടെ രാജാവായി അംഗീകരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യകാര്യങ്ങളെയെല്ലാം ധാത്രി അഭ്യസിപ്പിച്ചല്ലോ. ദിനം തോറും ബുദ്ധിമാനായി ഉണ്ണി വളർന്നു. 11-ാം വയസ്സിലോ കുലപുരോഹിതനാലെ ലഭിച്ചല്ലോ വേണ്ട പോലെ വിദ്യ.
വിദ്യാഭ്യാസവും ദ്രോണർ പാർത്ഥനെ പോലവേ ഭാർഗവൻ കർണനെ പോലെ കൃപാചാര്യർ പഠിപ്പിച്ചു ധനുർവേദവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വേദത്തിൻ്റെ മറുകര കണ്ടവനും പരമമം തത്വത്തെ വേണ്ട പോലവേ അറിഞ്ഞവനും ധനുർവേദം അടക്കമുള്ളതാം സർവവിദ്യകളും നേടി പരാക്രമിയാകും ബലവാൻ രാജൻ. ധർമ്മശാസ്ത്ര കുശലനായി സത്യവാൻ ജിതേന്ദ്രിയനായി ധർമ്മപുത്രരെ പോലവേ രാജ്യം ഭരിച്ചു. ധർമ്മപുത്രരെ പോലവേ രാജ്യം ഭരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ജ്ഞാനയജ്ഞമായി അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ ആരംഭിച്ചിട്ട് ഇന്ന് 153 ദിവസം. ഇന്ന് മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. നാളെ മുതൽ താനെ മീരാ റോഡ് അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഈയുള്ളവൻ്റെ ആചാര്യതയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നാളെ വൈകുന്നേരം, അതായത് 26-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആരംഭിക്കുകയാണ്. അതിലേക്ക് മുംബൈ, താനെ പ്രദേശങ്ങളിലുള്ള സകല ഭക്തജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. ഇവിടെ നാം ശ്രീമദ് ദേവി ഭാഗവതം 2ാം സ്കന്ധം 11-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്.
പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടി സമർപ്പിച്ചത്. സർപ്പസത്രം ജനമേജയൻ ആരംഭിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. സൂതം പറഞ്ഞു, ഗതപ്രാണം തു രാജാനം ബാലം പുത്രം സമീക്ഷ്യ ചക്രുശ്ച മന്ത്രിണ സർവേ പരലോകസ്യ സൽക്രിയ. രാജാവ് മരിച്ചു, തക്ഷകന്റെ ദംശനമേറ്റ് മരിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനുശേഷം മകനോ ബാലം പുത്രം, വളരെ ചെറിയ കുട്ടിയാണ് ജനമേജയൻ. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രിമാരൊക്കെ കൂടി പരലോകക്രിയകളൊക്കെ നിർവഹിച്ചു. ചക്രുശ്ച മന്ത്രിണ സർവേ പരലോകസ്യ സൽക്രിയ. ഗംഗാതീരെ ദഗ്ധദേഹം ഭസ്മപ്രായം മഹീപതി, ഈ രാജാവിൻ്റെ ഭസ്മതുല്യമായി മാറിയിരിക്കുന്ന ആ ശരീരത്തെ, ദഗ്ധദേഹം ദഹിച്ച ആ ശരീരത്തെ ഗംഗാതീരെ, അവര് ആ ഗംഗയുടെ തീരത്ത് അഗുരുഭിശ്ചാഭിയുക്താനാം ചിതായാം അധ്യരോപയൻ, അകിൽത്തടി കൊണ്ട് നിർമ്മിച്ച ചിതയിൽ കയറ്റിവെച്ചു ഗംഗാതീരത്ത്. എന്നിട്ടോ ദുർമരണേ മൃതസ്യാസ്യ, ദുർമൃതി അടഞ്ഞ അദ്ദേഹത്തിൻ്റെ ചക്രുശ്ചൈവ ഔദ്ധദൈഹിക കർമ്മങ്ങൾ, സംസ്കാരക്രിയകളൊക്കെ പുരോഹിതന്മാര് പുരോഹിതാസ്തസ്യ വേദമന്ത്രൈർവിധാനത, വേദമന്ത്രങ്ങളോടുകൂടി വിധിയാം വണ്ണം അത് നിർവഹിച്ചു എന്ന് പറയുന്നു. ദദുർദാനാനി വിപ്രേഭ്യോ ഗാ സുവർണം യഥോചിതം. ദദുർദാനാനി, ദാനങ്ങളൊക്കെ ചെയ്തു ബ്രാഹ്മണർക്ക്. അവർക്ക് ഭൂമി കൊടുത്തു, പശുക്കളെ കൊടുത്തു, അതേപോലെ സ്വർണം കൊടുത്തു, പലതരത്തിലുള്ള അന്നം, ബഹുവിധം പലതരത്തിലുള്ള അന്നം കൊടുത്തു, അതേപോലെ വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തു. ഇതൊക്കെ ദാനം ചെയ്തു. സുമുഹൂർത്തേ സുതംബാലം പ്രജാനാം പ്രീതിവർദ്ധനം, പ്രജകൾക്ക് പ്രീതി വർദ്ധിപ്പിക്കുന്ന, പ്രീതി ഏറ്റുന്ന ആ ബാലനായ രാജകുമാരനെ, ജനമേജയനെ ഏറ്റവും ശുഭമായ ഒരു മുഹൂർത്തത്തിൽ, സുമുഹൂർത്തത്തിൽ, സിംഹാസനേ ശുഭേ തത്ര മന്ത്രിണ സന്നിവേശയിൽ, നല്ലൊരു മുഹൂർത്തത്തിൽ മന്ത്രിമാര് സിംഹാസനത്തിൽ ഇരുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ, ആ ഉണ്ണിയെ, രാജകുമാരനെ രാജാവാക്കി എന്ന് പറയുന്നു. പൗരാ ജാനപദ ലോകാശ്ചക്രുസ്തം നൃപതിം ശിശും ജനമേജയനാമാനം രാജലക്ഷണ സംയുതം. ജനമേജയൻ എന്നു പേരുള്ള രാജലക്ഷണങ്ങളൊക്കെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഉണ്ണിയെ പൗരന്മാരും നാട്ടിലുള്ള ആളുകളും ലോകത്തുള്ള ആളുകൾ മുഴുവൻ അവിടെ രാജാവായി അംഗീകരിച്ചു എന്നും പറയുന്നു. ധാത്രേയി ശിക്ഷയാമാസ രാജചിഹ്നാനി സർവശാ ദിനേ ദിനേ വർദ്ധമാന സ ബഭൂവ മഹാമതി. രാജ്യകാര്യങ്ങളൊക്കെ ഓരോന്നും ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മ, പോറ്റമ്മ, ധാത്രി അതൊക്കെ പഠിപ്പിച്ചു. ഓരോ ദിവസവും കഴിയുമ്പോൾ വളർന്ന് ആ കുമാരൻ വളരെ ബുദ്ധിമാനായി മാറി. വേണ്ട കാര്യങ്ങളൊക്കെ, രാജകീയമായ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ പറഞ്ഞു കൊടുത്തു. പ്രാപ്തേ ചൈകാദശേ വർഷേ തസ്മൈ കുലപുരോഹിത. 11 വയസ്സ് ആയപ്പോൾ കുലപുരോഹിതൻ, ആ രാജ്യത്തിൻ്റെ, കുലത്തിൻ്റെ പുരോഹിതൻ ഈ ജനമേജയന് യഥോചിതം ദദൗ വിദ്യാം, വേണ്ട പോലെയുള്ള വിദ്യകളൊക്കെ കൊടുത്തു. ജഗ്രാഹസ യഥോചിതം, അത് എങ്ങനെയാണോ വേണ്ട പോലെ ഉചിതമനുസരിച്ച് കൊടുത്തു. ഉചിതമനുസരിച്ച് അതിനെ സ്വീകരിച്ചു, ഗ്രഹിച്ചു ജനമേജയൻ എന്ന ആ കുഞ്ഞ്. ധനുർവേദം കൃപപൂർണം ദദാവസ്മൈ സുസംകൃതം. ദ്രോണാചാര്യര് എങ്ങനെയാണോ അർജുനനെ ഇത് പഠിപ്പിച്ചത്, ധനുർവേദം പഠിപ്പിച്ചത്, അതേപോലെ യഥാ ദ്രോണ കർണായ, അപ്പോൾ ദ്രോണരെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ കർണായ ഭാർഗവോ യഥാ, കർണന് ഭാർഗവൻ, പരശുരാമനാണ് കർണനെ ധനുർവേദം പഠിപ്പിച്ചതെന്നാണ്.
അതേപോലെ ഈ കുമാരനെ ധനുർവേദം മുഴുവനായി പഠിപ്പിച്ചു എന്നും പറയുന്നു. സംപ്രാപ്ത വിദ്യോ ബലവാൻ ബഭൂവ ദുരതിക്രമ ധനുർവേദേ തഥാ വേദേ പാരക പരമാർത്ഥവിൽ. ധനുർവേദത്തിൻ്റെ അതേപോലെ മറ്റ് വേദങ്ങളുടെ ഒക്കെ തന്നെ മറുകര കണ്ടവൻ, അതേപോലെ തന്നെ പരമമായ തത്വത്തെ പഠിച്ചവൻ, സകല വിദ്യകളിലും ഒക്കെ വളരെ അഗാധമായ പാണ്ഡിത്യം നേടിയവൻ, ബലവാൻ, പരാക്രമശാലി ഒക്കെയാണ് ഈ ജനമേജയൻ. തൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ മഹാശ്രേഷ്ഠനായിരുന്നു ഈ രാജകുമാരനും എന്നും പറയുന്നു. പിന്നെ ആ ഉണ്ണിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ധർമ്മശാസ്ത്രാർത്ഥകുശല. ധർമ്മശാസ്ത്രങ്ങളുടെ അർത്ഥം, അതിൻ്റെ പൊരുൾ അറിഞ്ഞാള്, അതിൻ്റെ ആ യഥാർത്ഥമായ അവസ്ഥയെ തിരിച്ചറിഞ്ഞ ആളാണ് ഈ ജനമേജയൻ. അതേപോലെ സത്യവാദി ജിതേന്ദ്രിയ, സത്യസന്ധനായിരുന്നു, ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ച ആളായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ചകാരരാജ്യം ധർമാത്മാ പുരാ ധർമ്മസുതോ യഥാ. അദ്ദേഹം രാജ്യത്തെ ഭരിച്ചു. എങ്ങനെ? പണ്ട് ധർമാത്മാവായിരിക്കുന്ന ധർമ്മപുത്രർ എങ്ങനെയാണോ രാജ്യം ഭരിച്ചത്, അതേപോലെ പണ്ഡവന്മാരിൽ പ്രധാനിയായ ധർമ്മപുത്രർ ആ പാണ്ഡുസുതൻ എങ്ങനെയാണോ ഈ രാജ്യത്തെ ഭരിച്ചത്, അതേപോലെ ജനമേജയൻ ഈ രാജ്യത്തെ ഭരിച്ചു എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ 11-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുകയാണ്. നാളെ ഇനി എന്തൊക്കെയാണ് ഉണ്ടായത്, ഈ പരീക്ഷത്തിൻ്റെ പുത്രൻ ആരെയാണ് വിവാഹം ചെയ്തത് തുടങ്ങിയ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ ദേവി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിതനൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.